നമുക്കൊന്നൊരു കപ്പ ബിരിയാണി റെസിപ്പി നോക്കിയാലോ? അതിന് മുന്നേ ഞാനൊരു കുട്ടി സ്റ്റോറി പറയട്ടെ നിങ്ങളോട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും കപ്പ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് കയറി വരുന്നത് എൻ്റെ ഹോസ്റ്റൽ ലൈഫാണ്. ഞങ്ങളന്ന് ഒരു കപ്പ ബിരിയാണി കഴിച്ചിരുന്നു. ഹോസ്റ്റലിൽ തന്നെ അവിടുത്തെ ആൻറ്റിമാരുണ്ടാക്കി തന്നതാണ്. അടിപൊളി ബിരിയാണി എന്ന് വെച്ചാൽ അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല. അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ റെസിപ്പി എന്താണെന്നും അറിയില്ല. നമുക്കന്ന് കഴിക്കാൻ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷെ അത് ഹോസ്റ്റലിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിച്ചതുകൊണ്ടാണോ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞ് കഴിച്ചതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തെന്നെ ആയാലും നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് അതിൻ്റെ ടേസ്റ്റിലുപരി പലവിധ മെമ്മറീസും പല ആൾക്കാരുടെ മുഖങ്ങളും ആയിരിക്കും മനസ്സിലൂടെ പോകുന്നത്. ഇന്ന് ഞാനിവിടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അഫ്കോഴ്സ് എൻ്റെ മനസ്സിൽ വന്നത് അന്നത്തെ ഹോസ്റ്റലും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ ആൻറ്റിമാരും എല്ലാമാണ്. അപ്പം നമുക്കിനി റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കനിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി, എന്നിട്ട് എല്ലാ സ്പൈസസും ആഡ് ചെയ്യും. അതായത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഇതെല്ലാം നല്ലോണം ആഡ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കറിവേപ്പില, അതുമിട്ട് കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യണേ. എന്നിട്ട് ആ മിക്സ് ചെയ്തതിലോട്ട് നമ്മൾ ചെറുതായിട്ട് പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കപ്പയും ചിക്കനും വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ, അത് നിങ്ങളുടെ കപ്പൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം കേട്ടോ വിസിൽ വെക്കാനായിട്ട്. 2 വിസിലിന് ശേഷം നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. നമ്മുടെ കപ്പയും ചിക്കനും അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് കാച്ചി ഒഴിക്കണം. അതിനായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ജീരകം, വലിയ ജീരകം കേട്ടോ, വലിയ ജീരകം, സവാള, നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ എല്ലാത്തോളം ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് കറിവേപ്പില, വറ്റൽമുളക്, ഇതിട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ കപ്പയും ചിക്കനും മാറ്റിയിട്ട് കപ്പ നല്ലോണം ഉടച്ച് കൊടുക്കണം കേട്ടോ. ഉടച്ച് കൊടുത്തിട്ട് നല്ലോണം ഉടച്ചിട്ട് ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൽ. കാരണം ആ എല്ലുമത്തെ ചിക്കൻ വേറിട്ട് വന്ന് നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഭക്ഷണം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് ആരെയാണോ ആദ്യമായിട്ട് ഓടി വരുന്നത് അവരുടെ പേരും കൂടെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.